നമസ്കാരം. കൊറിയൻ ഗ്രാമങ്ങളിലെ ചെറിയ ചന്തകളിൽ ഉണക്കമീൻ വിറ്റു തുടങ്ങിയ ഒരു കൊച്ചു വ്യാപാര സ്ഥാപനം ദശാബ്ദങ്ങൾക്കിപ്പുറം ഡിജിറ്റൽ യുഗത്തിന്റെ സിരയായി മാറുമെന്ന് ആരും അന്ന് കരുതിയിട്ടുണ്ടാവില്ല. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലെ വീടുകളിലും അവരുടെ പോക്കറ്റുകളിലും സാംസങ് എന്ന പേര് പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയയും മോട്ടറോളയും പോലുള്ള വമ്പൻ ബ്രാൻഡുകൾ വിപണിയുടെ മാറ്റങ്ങളിൽ തളർന്നു വീണപ്പോഴും സാംസങ് ഓരോ വീഴ്ചയെയും ഒരു വൻ തിരിച്ചുവരവിനുള്ള ഇന്ധനമാക്കി മാറ്റി. കേവലം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനി എന്നതിലുപരി സാധാരണക്കാരന്റെ ആവശ്യങ്ങളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങളെയും ഒരുപോലെ കോർത്തിണക്കിയതാണ് സാംസങ്ങിന്റെ വിജയ ചരിത്രം. സ്മാർട്ട് ഫോൺ വിപണിയിലെ വിപ്ലവകരമായ പുതുമകൾ മുതൽ വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരം വരെ നീളുന്ന സാംസങ്ങിന്റെ ഈ കുതിപ്പിന് പിന്നിലെ രഹസ്യങ്ങളും ആഗോളതലത്തിൽ ഈ ബ്രാൻഡ് നേടിയെടുത്ത അമ്പരപ്പിക്കുന്ന ജനപ്രീതിയും പരിശോധിക്കുന്നത് ആവേശകരമായ ഒരു പാഠം തന്നെയാണ് ഏതൊരു ബിസിനസ്സുകാരനും. സാംസങ് എന്ന ആഗോള ഭീമന്റെ വളർച്ച ഒരു സിനിമ പോലെ നാടകീയവും പ്രചോദനാത്മകവുമാണ്. 1938 കൊറിയയിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ലീ ബ്യുങ് ചുൾ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു യുവാവ് 40 ജീവനക്കാരുമായി സാംസങ് സാങ്ഹെ എന്ന പേരിൽ ഒരു ചെറിയ വ്യാപാര സ്ഥാപനം ആരംഭിച്ചു. അന്ന് സാംസങ് വിറ്റിരുന്നത് സ്മാർട്ട് ഫോണുകളല്ല, മറിച്ച് ഉണക്കമീനും കൊറിയൻ നൂഡിൽസും ഒക്കെ ആയിരുന്നു. സാംസങ് എന്ന വാക്കിന്റെ അർത്ഥം 3 നക്ഷത്രങ്ങൾ എന്നാണ്. വലുതും ശക്തവും എന്നും തിളങ്ങുന്നതുമായ ഒന്നായി തന്റെ കമ്പനി മാറണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതാണ് ഇങ്ങനെ ഒരു പേര് നൽകിയത്. കാലം മാറിയപ്പോൾ ലീ തന്റെ ബിസിനസ് മേഖലകളും വിപുലീകരിക്കാൻ ആരംഭിച്ചു. കൊറിയൻ യുദ്ധത്തിന് ശേഷം രാജ്യം പടുത്തുയർത്താൻ സഹായിക്കുന്ന വസ്ത്രനിർമ്മാണം, പഞ്ചസാര ശുദ്ധീകരണം തുടങ്ങിയ മേഖലകളിലേക്ക് സാംസങ് തിരിഞ്ഞു തുടങ്ങി. 60കളുടെ അവസാനത്തോടെയാണ് അവർ ഇലക്ട്രോണിക്സ് രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. അത് വിപ്ലവകരമായിരുന്നു. 70ൽ അവർ ആദ്യമായി നിർമ്മിച്ചത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ആയിരുന്നു. സാംസങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് 95ലാണ് സംഭവിക്കുന്നത്. അന്ന് കമ്പനി തലവനായിരുന്ന ലീ കുൻഹാഹി സാംസങ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മോശമാണെന്ന പരാതി വന്നപ്പോൾ കഠിനമായൊരു തീരുമാനം എടുത്തു. ഗുമി ഫാക്ടറിയിൽ വെച്ച് ഏതാണ്ട് $50 ബില്യൺ വിലമതിക്കുന്ന ഫോണുകളും ടിവികളും അദ്ദേഹം ജീവനക്കാരുടെ മുന്നിലിട്ട് കത്തിച്ചു. നിങ്ങളുടെ കുടുംബത്തെ ഒഴികെ ബാക്കി എല്ലാം മാറ്റുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. ഈ സംഭവത്തോടെ സാംസങ് ഗുണമേന്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ബ്രാൻഡായിട്ട് മാറുകയാണ്. 2000 ആണ്ടായപ്പോഴേക്കും മെമ്മറി ചിപ്പുകളും LED പാനലുകളും സാംസങ് ലോക നേതാക്കളായിട്ട് മാറി. പിന്നീട് സ്മാർട്ട് ഫോൺ വിപ്ലവത്തിന് തുടക്കമിട്ടുകൊണ്ട് അവർ ഗാലക്സി സീരീസ് അവതരിപ്പിച്ചു. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ സാംസങ് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോണുകൾ വിൽക്കുന്ന കമ്പനിയായിട്ട് വളർന്നു വരികയായിരുന്നു. ഇന്ന് സാംസങ് വെറും ഒരു ഫോൺ കമ്പനി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണം മുതൽ കപ്പൽ നിർമ്മാണവും ഇൻഷുറൻസും വരെ നീളുന്ന ഒരു വലിയ സാമ്രാജ്യമായി ആ 3 നക്ഷത്രങ്ങൾ ഇന്ന് തിളങ്ങുന്നുണ്ട്. കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് സാംസങ്ങിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നോക്കിയെ പോലുള്ള കമ്പനികൾ തങ്ങളുടെ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ സാംസങ് വളരെ വേഗത്തിൽ ആൻഡ്രോയിഡ് എന്ന പുതിയ വിപ്ലവത്തെ സ്വീകരിച്ചു. ശരിയായ സമയത്ത് ശരിയായ മാറ്റം സ്വീകരിക്കാനുള്ള ഈ വേഗത അവരെ അവരുടെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാന ഘടകം വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന തന്ത്രമാണ്. ഒരു ഫോണിന് ആവശ്യമായ ഡിസ്പ്ലേ, ചിപ്പുകൾ, മെമ്മറി എന്നിവയെല്ലാം സാംസങ് സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നു. ഇത് മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നിർമ്മാണ ചെലവ് കുറയ്ക്കാനും സാങ്കേതികമായി മുൻപന്തിയിൽ നിൽക്കാനും അവരെ സഹായിച്ച ഘടകങ്ങളാണ്. ആപ്പിളിന് പോലും പലപ്പോഴും ഡിസ്പ്ലേകൾ നൽകുന്നത് സാംസങ് ആണ് എന്നത് അവരുടെ കരുത്തിന്റെ തെളിവാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വില കുറഞ്ഞ ബജറ്റ് ഫോണുകൾ മുതൽ ഏറ്റവും ആധുനികമായ ഫോൾഡബിൾ ഫോണുകൾ വരെ അവർ ഇപ്പോൾ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു. ആപ്പിൾ സമ്പന്നരെ ലക്ഷ്യം വെച്ചപ്പോൾ സാംസങ് സാധാരണക്കാരൻ മുതൽ ബിസിനസ് പ്രമുഖർ വരെ എല്ലാവർക്കുമായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ തുടങ്ങി. ഗുണനിലവാരത്തിൽ അവർ പുലർത്തുന്ന കണിശതയും വലിയൊരു വിജയമന്ത്രം തന്നെയാണ്. 95ൽ മോശം ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച ആ നിശ്ചയദാർഢ്യം ഇന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. വൻതോതിലുള്ള പരസ്യങ്ങളും മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളും വഴി ലോകത്തിന്റെ ഓരോ കോണിലും സാംസങ് എന്ന പേരെത്തിക്കാൻ അവർക്ക് സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനുള്ള കഴിവും സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തതയുമാണ് സാംസങ്ങിനെ ഇന്നും ഒന്നാമനായിട്ട് നിലനിർത്തുന്നത് എന്നതാണ് വസ്തുത. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി സാംസങ് മാറിയത് കേവലം ഒരു ഭാഗ്യം കൊണ്ട് മാത്രമൊന്നുമല്ല,
മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും ജനങ്ങളുടെ നാഡീമിടിപ്പ് അറിഞ്ഞുള്ള പ്രവർത്തനവും കൊണ്ട് തന്നെയാണ്. സാംസങ്ങിന്റെ ജനപ്രീതിയുടെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം തന്നെയാണ്. ആപ്പിള് പോലെയുള്ള കമ്പനികൾ ഉയർന്ന വിലയുള്ള പ്രീമിയം ഫോണുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സാംസങ് സമൂഹത്തിലെ എല്ലാ തട്ടിലുകളുമുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത്. 5000 രൂപയുടെ ഫോൺ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനും 1.5 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങാൻ ശേഷിയുള്ള ബിസിനസ്സുകാരനും സാംസങ്ങിന്റെ ഷോറൂമിൽ തൃപ്തികരമായ ഓപ്ഷനുകൾ ലഭ്യമാണ്. അത് തന്നെയാണ് അവരുടെ ഒരു വിജയതന്ത്രം. ഈ എല്ലാവർക്കും വേണ്ടിയുള്ള ബ്രാൻഡ് എന്ന പ്രതിച്ഛായയാണ് അവരെ ജനങ്ങളിലേക്ക് അടുപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. സാങ്കേതിക വിദ്യയിലെ അവരുടെ നിരന്തരമായ പരീക്ഷണങ്ങളാണ് മറ്റൊരു പ്രധാന ഘടകം. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസ്പ്ലേകൾ നിർമ്മിക്കുന്നത് സാംസങ് ആണ്. കാഴ്ചയുടെ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന അനുഭവം സമാനതകളില്ലാത്തതും. വലിയ സ്ക്രീനുള്ള ഫോണുകൾ, അതായത് നോട്ട് സീരീസ് ഒക്കെ വളഞ്ഞ സ്ക്രീനുകൾ, ഇപ്പോൾ വിപണിയിൽ തരംഗമായിട്ടുള്ള മടക്കാനാവുന്ന അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോണുകളൊക്കെ എന്നിങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാംസങ് നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ആളുകൾക്ക് എപ്പോഴും പുതിയ എന്തെങ്കിലും നൽകാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് അവരെ വിപണിയിൽ ഇപ്പോഴും പ്രസക്തനാക്കി നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസ്യതയുടെ കാര്യത്തിൽ സാംസങ് നേടിയെടുത്ത പേര് വളരെ വലുതാണ്. ഒരു ഫോൺ വാങ്ങിയാൽ അത് വർഷങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയുമെന്ന ഉറപ്പും ലോകത്തെവിടെയും ലഭ്യമായ അവരുടെ വിപുലമായ സർവീസ് സെന്ററുകളും ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വിൽപ്പന സേവനങ്ങളും അവർ പുലർത്തുന്ന ഈ ശ്രദ്ധ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ മികച്ച സേവനമാണ് പ്രൊവൈഡ് ചെയ്തത്. കൂടാതെ സ്മാർട്ട് ഫോണുകൾക്ക് പുറമെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ വീട്ടുപകരണങ്ങളിലും സാംസങ് പുലർത്തുന്ന ഗുണമേന്മ ആ ബ്രാൻഡിനോട് ഒരു കുടുംബാംഗത്തോട് എന്ന പോലെയുള്ള ആത്മബന്ധം സൃഷ്ടിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകമാണ്. സാംസങ് ആണെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച ഘടകം. നൂതനമായ സാങ്കേതിക വിദ്യയും വിപണിയുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും കൂടി ചേർന്നതാണ് സാംസങ്ങിന്റെ ജനപ്രീതിയുടെ അടിസ്ഥാനം. ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർ തങ്ങളുടെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വയം മാറാൻ തയ്യാറായതാണ് സാംസങ്ങിനെ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റിയ പ്രധാനപ്പെട്ട ഘടകം. സാംസങ്ങിന്റെ വിജയയാത്രയിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ തരംഗം സൃഷ്ടിച്ചുവെങ്കിലും അവരെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ചില പ്രധാന ഹിറ്റുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്മാർട്ട് ഫോൺ വിപണിയിൽ സാംസങ്ങിനെ ഒരു അജയ്യമായ ശക്തിയാക്കി മാറ്റിയത് സാംസങ് ഗാലക്സി S എന്ന പരമ്പരയാണ്. ഇതിൽ 2012 പുറത്തിറക്കിയ ഗാലക്സി S3 സ്മാർട്ട് ഫോൺ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഐഫോണിന് ശക്തമായ ഒരു ബദൽ ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ ഫോണായിരുന്നു. പിന്നീട് വന്ന ഗാലക്സി S4 വെറും 6 മാസം കൊണ്ട് 4 കോടിയിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് റെക്കോർഡാണ് സൃഷ്ടിച്ചത്. ഫോണുകൾക്ക് പുറമെ സാംസങ്ങിന്റെ ടെലിവിഷനുകളും വലിയ ഹിറ്റാണ്. കഴിഞ്ഞ 18 വർഷത്തിലേറെയായി ആഗോള TV വിപണിയിൽ സാംസങ് 1ാം സ്ഥാനത്ത് തുടരുകയാണ്. അവരുടെ സ്മാർട്ട് ടിവികളും QLED ഡിസ്പ്ലേകളും കാഴ്ചയുടെ ഗുണനിലവാരത്തിൽ പുതിയ മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചത്. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളുടെ കാര്യമെടുത്താൽ സാംസങ്ങിന്റെ ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനുകളും പ്രത്യേകിച്ച് ബബിൾ സാങ്കേതിക വിദ്യയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ലോകമെമ്പാടുമുള്ള വീടുകളിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഹിറ്റുകൾ അവരുടെ ഫോൾഡബിൾ ഫോണുകളാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സ്മാർട്ട് ഫോൺ ഡിസൈനിൽ വിരസത അനുഭവപ്പെട്ട കാലത്ത് ഫോണുകൾ മടക്കി ഉപയോഗിക്കാമെന്ന നൂതനമായിട്ടുള്ള ആശയം സാംസങ്ങിനെ വീണ്ടും മുൻപന്തിയിൽ എത്തിച്ചു. കൂടാതെ സാംസങ്ങിന്റെ മെമ്മറി ചിപ്പുകളും വലിയൊരു ഹിറ്റ് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രമുഖ ബ്രാൻഡുകളുടെ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും സാംസങ്ങിന്റെ ഈ ചിപ്പുകളാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ സാംസങ് എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ ഉണക്കമീനിൽ നിന്ന് തുടങ്ങിയ സാംസങ് ഇന്ന് ഒരു ഹിറ്റ് ഉൽപ്പന്നത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ട് മാറിയിട്ടില്ല. സ്മാർട്ട് ഫോൺ, ഡിസ്പ്ലേ, ചിപ്പ് നിർമ്മാണം, ഹോം അപ്ലയൻസസ് എന്നിങ്ങനെ അവർ തൊട്ട മേഖലകളെല്ലാം തന്നെ അവർ വലിയ വിജയങ്ങളാക്കി മാറ്റി. ഇതുകൊണ്ട് തന്നെയാണ് ജനമനസ്സുകളിൽ സാംസങ് എന്ന പേര് വലിയ രീതിയിൽ പ്രാധാന്യം നേടിയത്. അപ്പോൾ സാംസങ് ഫോണിനെ കുറിച്ചും സാംസങ് ഉൽപ്പന്നങ്ങളെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെ ആയാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.